ബാക്കി പകുതി കൂടെ സത്യമാണോ നമുക്ക് നോക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, രേഖാചിത്രം. ബോറടിക്കുന്നില്ല, ലാഗിങ് ഒന്നും അല്ല. ചെയ്തിട്ടുണ്ടോ? നല്ല മേക്കിംഗ് ആണ്, ലെവലിൽ ഡയറക്റ്റ് ചെയ്ത് വെച്ചേക്കണം. എൻ്റെ പേര് എടുത്ത് തന്നെ പറയണം, ജോഫിൻ ടി ചാക്കോ. അതിനെ റീക്രിയേറ്റ് ചെയ്തേക്ക പൊളി മൂവി, സൂപ്പർ മൂവി. ലവ്. മലക്കപ്പാറ CI ആയിട്ടാണ് ഇതിലെ നായക കഥാപാത്രം ആസിഫ് അലി അഭിനയിച്ചിരിക്കുന്നത്. വളരെ ഇഷ്ടപ്പെട്ടു. ക്ലാസിക് പടമാണ് അഭിനയിക്കല പോലെ. മനോജ് ചേനജിയുണ്ട്, ആസിഫ് അലി സൂപ്പർ നടനായി മാറിക്കൊണ്ടിരിക്കുക. സൂപ്പർ താരമല്ല, എല്ലാവരും സൂപ്പർ നടനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സാറി പറയുന്ന സമയത്ത് അവൻ എന്തോ ഒരു പിടിവലി കിട്ടിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സിനിമ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞല്ലോ, ആസിഫ് അലി, അനശ്വര വരുന്ന സീനൊക്കെ ഭയങ്കര പ്ലസന്റ് ആയിരുന്നു. അവരെ കാതോട് സിനിമ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. വന്നുപോയ വഴികളിലെല്ലാം ശേഷിക്കുന്നത് ശവശരീരങ്ങളാണ്. ഒരുപക്ഷെ ഇനി മരിച്ചു വീഴുന്നത് ഞാനായിരിക്കാം. തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നല്ല പടമായിരുന്നു, അത് മാത്രമേ പറയാൻ പറ്റൂ. നല്ല ആസിഫ് അലിയും പെൺകുട്ടിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത്ര നല്ല മേക്കിംഗ് കൊണ്ട് അടിപൊളിയാണ്. ഇതിനകത്ത് ഇന്ന് നടക്കുന്ന സമകാലീന സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക്, സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുത്ത് നല്ല ഒരു സിനിമയാണ്. പോലീസ് സ്റ്റോറികൾ കാണുന്ന പോലെ ഒരു ത്രില്ലർ, ആരാണിത് ചെയ്തത് എന്നുള്ള ഒരു ഉപരി ഇതിൻ്റെ ഒരു പ്രത്യേകത രണ്ട് കാലഘട്ടം കാണിക്കുന്ന ആ ഒരു രീതിയാണ്. ബാക്കി പകുതി കൂടെ സത്യമാണോ നമുക്ക് നോക്കാം.